എന്തിനാ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ വരിടാവുന്നേ? എടാ ഫോൺ സൈലന്റ് ആയിരുന്നു. നിഖില, നീ ഒരു കാര്യം ചെയ്, നീ ഫോൺ കട്ടി, ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാം. ഇതെന്തുവാടാ ഇത്? പാവം. ഹലോ ഹലോ ഹെൻറി, ഞാൻ സുരേഷ് സാറാ. നിങ്ങളെ സാക്ഷി പറഞ്ഞ അടിസ്ഥാനത്തിൽ കുറച്ചാളുകൾ അകത്താ. സൂക്ഷിക്കണം. പിന്നെ അവർ എയിം ചെയ്യുന്നൊരു സംശയമുണ്ട്. നൊട്ടോറിയസ് ക്രിമിനലാണ് അവരൊക്കെ. നിങ്ങളെപ്പോലെ സാധാരണക്കാർക്കൊന്നും അവരോട് മുട്ടി നിൽക്കാൻ പറ്റില്ല. അവന്മാർക്കൊക്കെ ആൾക്കാരെ കൊല്ലുന്നതും കേസാക്കുന്നതും ഒക്കെ ഒരു ഹരമാണ്. അവന്മാരങ്ങനെയാ. അതുകൊണ്ട് നിങ്ങൾ കുറേ ദിവസത്തേക്ക് മാറി നിൽക്കുക. എനിക്കെന്നേ തോന്നിയതാ ഇത് പ്രശ്നമാവുന്നു. എടാ, എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. വാ പോവാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഏത് സമയത്താണോ എന്തോ സാക്ഷി പറയാൻ തോന്നുന്നത്. എന്തായാലും ബെസ്റ്റ് ടൈം തന്നെ. ഹലോ ഹലോ മിസ്റ്റർ ഉല്ലാസ്. യെസ്. വിത്തിൻ 6 days you will be dead. എന്ത്? ഹലോ, ഇതാരാ? Who is this? ഹലോ 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 ഉല്ലാസ്. നയന പറയടി. എടാ, എന്നെ ഇപ്പൊ ആരോ വിളിച്ചിരുന്നു. 6 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നു പറഞ്ഞു. ആരാ, ഏതാ നമ്പർ ഒന്നും അറിയില്ല. ആരാന്നറിയില്ല, എന്നെയും വിളിച്ചിരുന്നു. എടാ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? കംപ്ലൈന്റോ? നിക്ക്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹെൻറി വിളിക്കുന്നു. ഹെൻറി. അളിയ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ASI പറഞ്ഞത് സത്യമായെന്നാണ് തോന്നുന്നത്. ഒരു അനോണിമസ് കോൾ വന്നിരുന്നു. ആരാണെന്നോ എന്താണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ 6 ദിവസത്തിനുള്ളിൽ നിനക്ക് വന്ന് അതേ കോൾ എനിക്ക് നയനിക്കും വന്നിരുന്നു. ഹെൻറി, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? അതിനൊന്നും ഒരു കാര്യമില്ല. അവരുടെ ആൾക്കാർ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹെൻറി, ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മൾ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നില്ലേ? അത് കുറച്ചുകൂടെ നേരത്തെ ആക്കിയാലോ? ഇവിടെ നിന്ന് മാറി നിൽക്കാനാണോ നീ പറയുന്നത്? യെസ്, കുറച്ച് നാളത്തേക്ക്. ഹൗ മെനി ഡേയ്സ് ഡാ? എത്ര നാളെന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ച് താമസിക്കും? അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉടനെ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ടടാ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി മാൻ. എന്താന്ന് വെച്ചാൽ ചെയ്യാം.